ഇപ്പം ഉണ്ടായിരിക്കുന്ന ചില ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുകളാണ്. സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമാ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അവരെപ്പറ്റി പറഞ്ഞത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. ഞങ്ങളൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തന രംഗത്തൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളിലൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളത്. അയാളുടെ അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. അയാളൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നിപ്പോൾ വരുന്നുണ്ട്. പിണറായി വിജയനെ എടാ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെല്ലാം എന്തെല്ലാം ബഹളം നിയമസഭയിൽ നടത്തിയാലും അങ്ങറ്റത്തെ ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിന് എനിക്ക് VS നയനാർ, ശ്രീ AK ആൻ്റണി, ശ്രീ കരുണാകരൻ അവരൊറ്റൊക്കെ തന്നെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. നിയമസഭയിൽ ശക്തിയായ ഭാഷയിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം അങ്ങേറ്റത്തെ മാന്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇത് ഒരു അറസ്റ്റോട് കൂടിയാണല്ലോ നേതാവുന്നത്. ആകെ ഒരു വീര ഇതിഹാസം പറയാനുള്ളത് വെളുപ്പാങ്കാലത്തെ പോലീസ് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു. അത് കേരളത്തിലെ വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു പത്രം ഇന്ദിരാഗാന്ധിക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ മോഹപ്രസംഗം എഴുതുന്ന മോഹപ്രസംഗം എഴുതി. സാറിന് ഇന്ദിരാഗാന്ധിയൊക്കെ പണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ മോഹപ്രസംഗമൊക്കെ പത്രം എഴുതി തുടങ്ങിയത്. ഇത് അദ്ദേഹത്തിനെ പേരൊന്നും പറഞ്ഞ് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. ഈ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രം എഡിറ്റോറിയൽ എഴുതി. ഇന്നിപ്പോൾ ആ എഡിറ്റോറിയൽ മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ? പത്രത്തിന് മാറ്റി എഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ ഇതെല്ലാം കാണിക്കുന്ന അവസരത്തിൽ അന്നൊന്നും ഈ കോൺഗ്രസ് നേതൃത്വം വിലക്കിയിട്ടില്ല. ഇപ്പം DYFIയുടെ ഭക്ഷണപ്പൊതി ഏതാണ്ട് കേരളത്തിലെമ്പാടും ഒരു 10 കോടി ഭക്ഷണപ്പൊതി കൊടുത്തിട്ടുണ്ടാവും ചെറുതും വലുതുമായിട്ട് ആശുപത്രിയിൽ. നിങ്ങൾക്ക് ആർക്കും അതിൽ എതിർപ്പും ഉണ്ടാവില്ല. കാരണം പാവപ്പെട്ട ഒരു സാധാരണക്കാരനൊക്കെ കിട്ടുന്ന സംഗതിയാണ്. ആ പദ്ധതി വിളിച്ചത് അനാശാസ്യം എന്നാണ് പരസ്യമായി വിളിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നയിക്കുന്നത് ഒരു സ്ത്രീവിരുദ്ധ സിൻഡിക്കേറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പും VD സതീശനുമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ രാജിവെക്കേണ്ടി വരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഭവവികാസങ്ങൾ ഞാൻ പുറത്തുവിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ ഈ നേതാക്കന്മാർ മുട്ടുമടക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിട്ട് പോലും MLA സ്ഥാനം രാജിവയ്പ്പിക്കുന്നതിന് വേണ്ടി അവർ ഭയന്ന് നിൽക്കുന്നത്. കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അയാളെ രാജിവെക്കാൻ മടിച്ചു നിൽക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടി തീരുമാനിക്കുന്നില്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിരിക്കുന്നു.
ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ ഈ നമ്മുടെ പാലക്കാട് വെച്ച് നടക്കുന്ന ശാസ്ത്രമേളയിലൊന്നും പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടികളെല്ലാം ഇപ്പം ടെലിവിഷൻ തുറക്കാൻ നിവൃത്തിയില്ല. കുട്ടികൾക്ക് ഓരോ വാക്കിന് സംശയമൊക്കെ വരികയാണ്. കുട്ടികളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രം എല്ലാവർക്കും അറിയാമല്ലോ, മുഖം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ വന്ന് ഈ 14,000 കുട്ടികളുടെ ഇടയിലൊക്കെ മിങ്കിൾ ചെയ്ത് പോകുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ പ്രശ്നമുണ്ട്.